എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ രസതന്ത്രം, അതായത് കെമിസ്ട്രി പരീക്ഷയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിന് ഏത് ഗ്രേഡാണ് ലഭിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മിനിമം നിങ്ങൾക്ക് ഒരു A ഗ്രേഡെങ്കിലും വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് രസതന്ത്രം, അതായത് കെമിസ്ട്രി പരീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് A+ തന്നെ വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്ന, അതായത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു മാർക്കിനേക്കാൾ ചിലപ്പോൾ കൂടുതലായിരിക്കും നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എത്ര മാർക്ക് ലഭിക്കുമെന്നുള്ളത് ആലോചിച്ച്, അല്ലാതെ മാർക്ക് കുറയുമെന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിന് ശേഷം വെള്ളിയാഴ്ച 22-ാം തീയതി നടക്കുന്ന പരീക്ഷ ജീവശാസ്ത്രമാണ്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പരീക്ഷയാണ് വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതിനുശേഷമുള്ള തിങ്കളാഴ്ച നടക്കുന്ന പരീക്ഷ. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് +1 പ്രവേശന സമയത്ത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പാഠഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? അതായത് നിങ്ങൾക്ക് ലോഹങ്ങൾ, അതുപോലെ അലോഹങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു സബ്സ്റ്റൽ വിന്യാസം, ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം, അതുപോലെ തന്നെ നിങ്ങൾ അക്കാര്യം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 10 മാർക്ക് സിയും അതുപോലെ തന്നെ 40 മാർക്കാണ് എഴുത്ത് പരീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ 40 മാർക്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 35 മാർക്ക് മുതൽ ഈ ഒരു 40 മാർക്ക് വരെ ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിന് A+ ഗ്രേഡ് കിട്ടും. അതുപോലെ മിനിമം നിങ്ങൾക്ക് ഒരു 5 മാർക്കെങ്കിലും കിട്ടുന്ന വിദ്യാർത്ഥിക്ക് ആ ഒരു വിഷയം പാസ്സാവുന്നതിനായിട്ട് സാധിക്കും. 5 മാർക്ക് മുതൽ 9 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കെമിസ്ട്രി പരീക്ഷയിൽ പാസ്സാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കാരണം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ 35 മുതൽ 40 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു A+ ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു അതായത് 30 മുതൽ 34 വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് A ഗ്രേഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് 30 മുതൽ 34 വരെയാണ് നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 25 മുതൽ 29 വരെ മാർക്ക് വരെയാണ് B+ കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു 20 മുതൽ 24 വരെ മാർക്ക് വരെയാണ് നിങ്ങൾക്ക് B ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 15 മുതൽ 19 വരെ മാർക്ക് വരെ ലഭിച്ചാലാണ് C+. അതുപോലെ തന്നെ ഈ ഒരു 10 മുതൽ 14 വരെ മാർക്ക് ലഭിച്ചാലാണ് ഈ ഒരു C ഗ്രേഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 5 മുതൽ 9 വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് D+ ഗ്രേഡ്. അതുപോലെ തന്നെ 1 മുതൽ 4 വരെ ലഭിച്ചു കഴിഞ്ഞാലാണ് D ഗ്രേഡ്. അതുപോലെ തന്നെ 1 താഴെ 0 അപ്പോൾ 0 കിട്ടിയാലാണ് E ഗ്രേഡ് കിട്ടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മിനിമം ജസ്റ്റ് നിങ്ങൾ 5 മുതൽ 9 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ D+ ഗ്രേഡ് കിട്ടൂ. അതായത് ഇതിനോടൊപ്പം 10 മാർക്ക് CE കൂട്ടുന്ന സമയത്ത് 15 മാർക്കാണ് കിട്ടുക. അപ്പോൾ 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ ഒരു D+ ഗ്രേഡ് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 മാർക്ക് കിട്ടും എങ്കിൽ നിങ്ങൾ ആ ഒരു വിഷയം പാസ്സാവുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം ഓൾറെഡി പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്കൊന്നും കുറയുകയോ കൂടുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് അടുത്ത പരീക്ഷയ്ക്ക്, അതായത് അടുത്ത പരീക്ഷ എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രവും സോഷ്യൽ സയൻസുമാണ്. അപ്പോൾ ജീവശാസ്ത്രം പരീക്ഷയ്ക്ക്, അതായത് വെള്ളിയാഴ്ചത്തെ പരീക്ഷയ്ക്ക്, ബയോളജി പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട +1 കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്, നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.